അൻവറിനെ തള്ളി DMK. അൻവറിനെ ഒപ്പം കൂട്ടില്ല. കേരളത്തിലെ സഖ്യകക്ഷിയായ CPM-മായി ബന്ധമില്ലാത്ത ഒരു പാർട്ടിയുമായി ഒത്തുപോകാനാകില്ല എന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ ന്യൂസ് 18നോട് പറഞ്ഞു. You know, the party, DMK, CPIM is in alliance with us. So we can't speak to another party which is not in alliance with the CPIM in Kerala. And if he is, I think he was taken action by the CPIM. So when our alliance partners have taken action against one MLA, how can we take him? That is the thing. Today he was, in the evening he was busy, in the morning he might have met him. An MLA coming and meeting is different. But alliance is a different thing. അതിനിടെ പുതിയ സംഘടന ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ PV അൻവർ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ പ്രഖ്യാപനം ശക്തി പ്രകടനമാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് അൻവറും ഒപ്പമുള്ളവരും. 5 മണിക്ക് മഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളന വേദിയിൽ പലരെയും പ്രതീക്ഷിക്കാമെന്നും PV അൻവർ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനുള്ള ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് നിയമവിദഗ്ധരുമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഞാൻ ഉയർത്തിയ ഈ വിഷയം, നാട് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികൾ, അതുപോലെ നമ്മൾ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഈ നെക്സസിന്റെ ഭാഗമായി, പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമായി ഒരു കാലത്തും അഡ്രസ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ചില വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുകയാണ്. അതിന്റെ ഒരു വിശദീകരണ കരട് ഇന്നത്തെ യോഗത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് പരിപാടികൾ കാണാനും ഒബ്സർവ് ചെയ്യാനും ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ മതേതര സ്വഭാവമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോടെ ഉണ്ടാവും. സ്റ്റേജിലുണ്ടാവില്ല, അവരോട് ഉണ്ടാവും. അതാ ജനക്കൂട്ടത്തിൽ കണ്ടെത്താൻ നിങ്ങളുടെ കഴിവാണ്. അപ്പോ അത് നിങ്ങളുടെ കഴിവാ. ആ ജനക്കൂട്ടത്തിൽ എവിടെയെങ്കിലും ഇവരൊക്കെ ഉണ്ടാവും. ഇവര് ഈ കാര്യം പരിശോധിക്കാൻ വരുന്നവരാണ്. അതിൽ അവർ മാത്രമല്ല, വേറെ പലരും ഉണ്ട്. അത് നിങ്ങൾ ഇഷ്ടംപോലെ ആളുകൾ ഇന്നുണ്ടാവുമല്ലോ. ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി സഹകരിക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിന് ഒരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആകെ യോഗം നടത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റുള്ള 13 ജില്ലകളിലും ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പൊതുസമ്മേളനങ്ങൾ നടത്താൻ തന്നെയാണ് തീരുമാനം. നമ്മളങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ കാര്യത്തിൽ ഒരു തിരക്കില്ല. തുടക്കം മുതലേ ഭയങ്കര തിരക്ക് കേൾക്കാം. നിങ്ങളെ തിരക്കുകൊണ്ടാണ് ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഈ കാര്യം പറയേണ്ടി വന്നത്. ഇത് 2-3 ആഴ്ച കൂടി കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. മഞ്ചേരിയിൽ നിന്നും അനുമോദ്, വലിയ പ്രതീക്ഷയിലായിരുന്നു PV അൻവർ. ഇന്ന് നടക്കുന്ന യോഗത്തിൽ പലരും ഉണ്ടാകുമെന്ന വലിയ ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. അതേസമയം PV അൻവറിനെ തള്ളിയിരിക്കുകയാണ് DMK. ഏതാണ് സാഹചര്യം? അൻവറിന്റെ പ്രതികരണങ്ങളൊന്നും പിന്നീട് വന്നിട്ടില്ലല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, മഞ്ചേരിയിലെ അൻവറിന്റെ പരിപാടി നടക്കാനിരിക്കുന്ന വേദിയിലാണ് ഞാനുള്ളത്. നമുക്ക് കാണാം, ഇവിടെ കസേരകളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഭീഷണിയായിട്ട് കനത്ത മഴ മൂടി നിൽക്കുകയാണ്. അത് ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം തീർക്കുന്നുണ്ട്. അൻവറിന്റെ വിശദീകരണത്തിലേക്ക് വരികയാണെങ്കിൽ, രാവിലെ മാധ്യമങ്ങൾ കണ്ടതിന് ശേഷം അദ്ദേഹം പിന്നീട് പ്രതികരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. DMKയുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു അൻവറുമായി സഹകരിക്കുന്നില്ല എന്ന തീരുമാനത്തോടുള്ള അൻവറിന്റെ പ്രതികരണവും വന്നിട്ടില്ല. അൻവർ 6 മണിയോടെ മാത്രമേ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി യാത്ര തിരിക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കാം. അതല്ലെങ്കിൽ വേദിയിൽ വെച്ച് അദ്ദേഹം തന്റെ എനിക്ക് പറയാനുള്ളത് പറയും എന്നാണ് കരുതുന്നത്. നമുക്കറിയാം, ഇതൊരു അൻവറിനെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ഒരു സമ്മേളനം അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒന്നാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നിരുന്ന അൻവർ, ഇടതുപക്ഷത്തിന്റെ തന്നെ ഈ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്ന അൻവർ ഒരു മാസം പോലും എടുത്തിട്ടില്ല ഇടതുപക്ഷത്തിന്റെ പുറത്തേക്ക് എത്തുവാൻ. അപ്പോൾ ഇനിയുള്ള വഴി സ്വയം വെട്ടി വേണം അൻവറിന് മുന്നോട്ട് പോകാൻ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു കഴിഞ്ഞ ദിവസം DMK നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച. പക്ഷേ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് DMKയിലെ തന്നെ ചില പ്രമുഖ നേതാക്കൾ അൻവറിനെ അംഗീകരിക്കാനാകില്ല, അത് ഇടതുപക്ഷത്തെയുമായുള്ള കേരളത്തിലെ ഇടതുപക്ഷമായ ബന്ധത്തെ ബാധിക്കുമെന്ന കാരണം പറഞ്ഞ് അന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ പ്രതിസന്ധി തന്നെ അൻവറിനെ സംബന്ധിച്ച് ഉണ്ടാക്കും. പക്ഷേ കേരളത്തിൽ
അൻവർ ഇതുവരെ ഉന്നയിച്ച കാര്യങ്ങൾ കേൾക്കുവാനും അദ്ദേഹത്തിന് പിന്തുണ അർപ്പിക്കുവാനും മലപ്പുറത്തേക്ക് കൂടുതൽ പേര് എത്തും, മഞ്ചേരിയിലേക്ക് കൂടുതൽ എത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം നിലമ്പൂരിലെ ഒരു ആദ്യ സമ്മേളനത്തിലെ കാഴ്ചകൾ അതായിരുന്നു പറഞ്ഞിരുന്നത്. പലരും കാലാവസ്ഥ മോശമാകുന്നത് തീർച്ചയായിട്ടും വരും മണിക്കൂറുകളിൽ എങ്ങനെയായിരിക്കും സാഹചര്യങ്ങളെന്ന് പറയാനാകില്ല. പലരും നേരത്തെ തന്നെ ഒന്ന് സ്ഥാനം പിടിച്ചവരുണ്ട്.